അൻവറെ ബോധ്യപ്പെടുത്തി സമന്വയത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നിങ്ങളായിട്ട് ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ അൻവറെ തട്ടിക്കൊണ്ട് പോരുത്. ഞാനും ഇന്ന് രാവിലെ എന്നോട് മീഡിയാസ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വല വീശിയിരിക്കുന്നേ ഉള്ളൂ, ആ വലയ്ക്കകത്ത് ആരെങ്കിലും വന്ന് വീഴുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം 11 മണി കഴിഞ്ഞപ്പോൾ ശ്രീ സ്വരാജിനെ LDF സ്ഥാനാർത്ഥിയാക്കി അവരുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ ഒരു പോരാട്ടം UDF-ഉം LDF-ഉം തമ്മിലുള്ള പോരാട്ടമായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാണല്ലോ അൻവർ, അപ്പോൾ സ്വാഭാവികമായിട്ട് ബംഗാൾ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ നേരിട്ട് അസോസിയേറ്റ് മെമ്പർ അല്ലാതെ നേരിട്ടെടുക്കുന്നതിന് അങ്ങനെ ഏതെങ്കിലും സാങ്കേതികത്വം പ്രശ്നമായിരുന്നു? ഇല്ല, അത് ഞങ്ങൾ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ളതാണ്. പെട്ടെന്ന് ഞാനല്ല എൻ്റെ അഭിപ്രായം പറയേണ്ടത്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് പാർലമെൻറ്റിൽ ഒക്കെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ചില കാര്യങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം തൃണമൂൽ കോൺഗ്രസിൽ നിന്നുണ്ടാകാറുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഒന്നിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ UDF-നോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അസോസിയേറ്റഡ് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൂടി സഹകരിപ്പിച്ച് പോകാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. നിലമ്പൂർ അൻവർ യുഡിഎഫിനെ ചെല്ലുന്ന സമയത്ത് തിരിച്ചും സ്വാഭാവികമായിട്ടും അൻവറിന് ചില ഉപാധികൾ ഉണ്ടാവുമല്ലോ. MLA ആയിരുന്നു, മത്സരിക്കാനൊക്കെ ആഗ്രഹമുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യം ഇല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ഈ സമയം കിടക്കുകയല്ലേ. ഇപ്പോൾ ഇതെല്ലാം ചോദിച്ച് എല്ലാത്തിനും ഞാൻ മറുപടി പറഞ്ഞാൽ ഇനിയും നിങ്ങളെ കാണുന്നുണ്ട് ഞാൻ എന്തോ മറുപടി പറയും. ഇപ്പോൾ ഈ ചോദിക്കുന്ന ചോദ്യം പിന്നീട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയട്ടെ. അപ്പോൾ അന്നേരം കാണാം. LDF ക്യാമ്പിൽ നിന്ന് വരുന്നൊരു വിമർശനം, സ്വരാജ് മത്സരിക്കാനായി വരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും അൻവറിനെ ഒപ്പം നിർത്തുക എന്നത് UDF-ന്റെ ഒരു അത്യാവശ്യമായി വന്നു എന്നാണ്. അല്ല, അങ്ങനെ പരാമർശം വന്നിട്ട് കാര്യമില്ല. ഞങ്ങളിത് ഇപ്പോൾ എടുത്ത തീരുമാനമല്ല, ഈ തീരുമാനമൊക്കെ നേരത്തെ എടുത്തതാണ്. അത് അൻവറെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അൻവറെ ബോധ്യപ്പെടുത്തി സമന്വയത്തിൻ്റെ പാതയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. നിങ്ങളായിട്ട് ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ അൻവറെ തട്ടിക്കൊണ്ട് പോരുത്, ഞങ്ങളുടെ കൂടെ നിർത്തണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെ ഉണ്ടാവും. പിന്നെ അത് അൻവറിനൊരു വാക്കേ ഉള്ളൂ. ആ വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. അല്ല, ആ എതിർപ്പുകൾ ഇപ്പോൾ പരസ്പരം എതിർപ്പില്ലാത്ത ആരാ ഉള്ളത്? അതൊക്കെ UDF അല്ലേ. UDF-ന്റെ ഞങ്ങളുടെ പ്രവർത്തനം സജ്ജീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. അതൊക്കെ സജ്ജീകരിച്ചു പോകും, ഒരു സംശയം. സ്വരാജ് എതിർ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന സാഹചര്യം അപ്പം എങ്ങനെയാണ് UDF-ന്റെ എത്ര ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെ ഇപ്പോൾ പറയാൻ പറ്റുമോ? തുടക്കത്തിൽ ഭൂരിപക്ഷത്തെക്കുറിച്ചൊന്നും ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞങ്ങൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ ജയിക്കും. ഈ കൂടി എന്താ പറയാ?